നിലവാരമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. നിലവാരമില്ലാത്ത കാര്യങ്ങൾ അതെന്നെ പറയാൻ പറ്റും. ശരിക്കും എരിവാണല്ലേ മെയിൻ? അല്ല, അശ്വിന് എരിവല്ലേ മെയിനെന്ന്. എനിക്ക് ക്യാമറ ഉള്ളതുണ്ട്, ഞാൻ മാറട്ടെ. കാർട്ടൂൺസ് ഞാൻ കണ്ടു. ഇവിടെ ഉണ്ട്. ഈ ഒരു ഏരിയയിലുണ്ട്. എന്നെ കിട്ടിയ നിങ്ങൾ ഇത്രയും സീനായിട്ട് ഉണ്ടാക്കുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചെന്നെ. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇത് കാലില്ലേ? ഇസ്മയിലിന്റെ ഇവിടെ വന്നു അല്ലേ? പക്ഷെ ഇനി ഇഷാനിക്കും കൂടെ അല്ലേ ഉള്ളൂ, എനിക്കില്ലല്ലോ. അതാ ഒന്ന്. ഗൈസ്, ചില കാര്യങ്ങളെ നിലവാരമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. നിലവാരമില്ലാത്ത കാര്യങ്ങൾ അതെന്നെ പറയാൻ പറ്റുള്ളൂ. എന്തിനാണ് ഈ വിഷയം ഇത്ര വലുതാക്കിയുള്ള യൂട്യൂബേഴ്സൊക്കെ സംസാരിക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണമില്ലാത്തൊരു കാര്യം തന്നെ പറയാൻ പറ്റും. കാരണം അത്രയും കോമഡി, ഇത് കണ്ടപ്പോൾ എനിക്ക് കോമഡിയുടെ തോന്നി. കാരണം കൂടി ഇല്ലാത്തൊരു കാരണം അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. പല യൂട്യൂബേഴ്സും ഇപ്പം ഇതെടുത്ത് കണ്ടന്റ് ആക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഇതൊരു കണ്ടന്റ് ആക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊരു വിഷയമാണോ സത്യത്തിൽ? ഒന്നുമില്ല. ദിയാ കൃഷ്ണ എല്ലാവർക്കും അറിയാലോ, ഊസി ടോക്സ്. അവരുടെ ഒരു ഫാമിലി വ്ളോഗുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു, ഒരു വീഡിയോ ചെയ്തു. ഭക്ഷണം ഉണ്ടാക്കുന്ന സംഭവമാണ്. എന്തോ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ചിക്കൻ കറി നമുക്കൊക്കെ ഇഷ്ടമുള്ള സംഭവമാണ്. അത് ഓല് ഉണ്ടാക്കണം വീട്ടിൽ. അപ്പോൾ ഒരു കൂട്ടുകുടുംബം ആയതുകൊണ്ട് ക്വാണ്ടിറ്റി ഒരുപാടുണ്ട്. അങ്ങനെ വലിയൊരു പാത്രത്തിൽ അവർ കുറേ ചിക്കൻ കറി ഉണ്ടാക്കുന്നു. അത് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു. അച്ഛൻ, അമ്മ, മക്കളെല്ലാം ഇരുന്ന് കഴിക്കുന്നു. ഈ പറഞ്ഞ ദിയാകൃഷ്ണ ഹസ്ബൻഡ് എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ ദിയാകൃഷ്ണൻ്റെ അമ്മ ആദ്യം കഴിക്കുന്നുണ്ട് ഫുഡ്. അതാണ് മെയിൻ ഇവിടെ ഒരു വിഷയം. തുടക്കം തന്നെ അവിടെ നിന്നാട്ടോ. ആദ്യം പുള്ളിക്കാരി എന്ത് ചെയ്യുന്നു, ചിക്കൻ കറി എടുത്ത് കഴിക്കുന്നു. അപ്പം അത് നോക്കി നിൽക്കുന്ന അശ്വിൻ, അതുപോലെ ദിയാകൃഷ്ണ. അപ്പം മരുമകനായിട്ടുള്ള അശ്വിൻ അടുത്തിരിക്കുന്നുണ്ട്. അപ്പം മരുമകന് കൊടുക്കാതെ അമ്മായിമ്മ ആദ്യം കഴിക്കുന്നു. ഇതാണ് തുടക്കത്തിലുള്ള പ്രശ്നം. പൊന്നു ഫ്രണ്ട്സ്, കാലം ഏതാത്? പണ്ടായിരുന്നു അമ്മായിമ്മ വാരിക്കൊടുക്കലും ഊട്ടിക്കൊടുക്കലൊക്കെ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? അവനാണ് വേണ്ടത് അവനാണ് എടുത്ത് കഴിക്കുക. അതാണ് കാലം മാറിയത്. ആരും അറിഞ്ഞില്ലാന്ന് തോന്നുന്നു. പണ്ട് എന്ത് ചെയ്യുന്നു, ആദ്യം ആണുങ്ങൾ ഇരിക്കുന്നു, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഇരിക്കുന്നു. അങ്ങനത്തെ സിസ്റ്റമൊക്കെ ആയിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. അവനാണ് ആവശ്യമുള്ള അവനാണ് എടുക്കുക. അപ്പന ഓക്കെ. അതിൽ മരുമകന് കൊടുക്കുക, മരുമകൾക്ക് കൊടുക്കുക, അവർക്ക് ആദ്യം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുക. ആ സിസ്റ്റം ഇപ്പോൾ ഇല്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ കാലം മാറി. 2025 നിങ്ങൾ ഏത് കാലത്തെ കാര്യമാണ് പറയുന്നത് എനിക്കറിയില്ല. അതാണ് വലിയ ചർച്ചാ വിഷയം ആക്കി എടുത്തിട്ടുള്ളത് ഇപ്പം. ഇപ്പോൾ സത്യത്തിൽ ഒരു ചിക്കൻ കറിയിൽ നിന്ന് തുടങ്ങിയ പ്രശ്നമാണ്. ചിക്കൻ്റെ ലെഗ് പീസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതായത് കോഴിക്കാൽ. ഈ കോഴിക്കാൽ കിട്ടാത്തത് കാരണം ഉണ്ടാക്കിയ കുറേ പ്രശ്നങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ടാണുള്ള കണ്ടൻറ്റ് മൊത്തം ഉണ്ടാക്കി ഇപ്പോൾ പടച്ചു വിട്ടിട്ടുള്ളത് എല്ലാവരും. കണ്ടപ്പോൾ എനിക്ക് ചിരിയാ തോന്നിയത്. അത്രയും നിലവാരമില്ലാത്ത കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പം. പിന്നെ മകളായിട്ടുള്ള ദിയാകൃഷ്ണ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരുണ്ടാക്കിയ ചിക്കൻ കറി കേട്ടോ. ഇത്
അവരുണ്ടാക്കിയതിൻ്റെ സംഭവങ്ങളൊക്കെ ആദ്യമേ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്രയും വിവാദമായിട്ടുള്ള പ്രശ്നങ്ങൾ. അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മായിമ്മ ആദ്യം എടുത്ത് ഫുഡ് കഴിക്കുന്നു മരുമകനെ കൺസിഡറേഷൻ ചെയ്യാതെ. അപ്പോൾ മരുമകന് ചിക്കൻ ലെഗ് പീസ് വേണം. അപ്പോൾ എത്ര തപ്പിയിട്ടും ദിയാകൃഷ്ണൻ തപ്പിയിട്ടും ലെഗ് പീസ് കിട്ടുന്നില്ല. ആകെ കിട്ടിയ ലെഗ് പീസ് അവളെ പ്ലേറ്റിലോട്ട് ആദ്യം ഇടുന്നു. അതായത് അവളും അവിടെ ആദ്യം അവളെ പ്ലേറ്റിലോട്ടാണ് ഫുഡ് ഇട്ടത്, ഐ മീൻ ഈ ചിക്കൻ കറി ഇട്ടത്, ചിക്കൻ ലെഗ് പീസ് ഇട്ടത്. അപ്പോൾ ഈ പറഞ്ഞ അശ്വിന് ഒന്നും കിട്ടിയില്ല, അവന് ഏതോ ഒരു പീസ് അങ്ങ് എടുത്തു കൊടുത്തു എന്നുള്ള വിഷയം ഇപ്പോൾ എന്തോ ഒരു സംഭവമാക്കി എടുത്ത് എല്ലാ യൂട്യൂബേഴ്സും എല്ലാവരും കുറേ കമൻറ്റും കാര്യങ്ങളും അതിൻ്റെ താഴെ, ആ വീഡിയോൻ്റെ താഴെ കുറേ കമൻസ്, ആൾക്കാരെ കമൻസുകൾ, പിന്നെ കണ്ടൻറ്റിന് ഉള്ളതുകൊണ്ട് കുറേ യൂട്യൂബേഴ്സ് അതെടുത്ത് സംസാരിക്കുന്നു. എന്തിനാ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, മരുമകനെ കൺസിഡറേഷൻ ചെയ്യാമായിരുന്നില്ലേ, ഒരു മരുമകനല്ലേ, ആകെയുള്ള ഒരു മോനല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അവിടെ മരുമകന് പട്ടിയുടെ വിലയാണ്, എന്താ ഒരു വിലയില്ല, എന്താ പറയാല്ലേ ഇതിനൊക്കെ. സത്യമായിട്ടും ഞാൻ ചോദിക്കുകയാണ്, ഇതൊക്കെ സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവർ ഇതൊന്നും എന്തിന് വീഡിയോ ചെയ്തു, അവരെ ഫാമിലി വ്ളോഗിൽ അവർ ചിക്കൻ കറി ഉണ്ടാക്കിയ സന്തോഷം പങ്കുവെച്ചു. അതിന് ഈ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കുകയാണ്, ഇതൊക്കെ എടുത്ത് വലിയ എന്തോ സംഭവമാക്കി എടുത്ത് മാറ്റിയെടുക്കാൻ. ഞാൻ അത് ആലോചിച്ചു പോയി. ഇത്രയും നിലവാരമില്ലാത്ത ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും കടന്ന് വീഡിയോ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ ചെയ്തത് കേട്ടോ. എല്ലാവരും കടന്ന് ചെയ്യുകയാണെങ്കിൽ രണ്ട് വർത്തമാനത്തിന് എഗെയിൻസ്റ്റ് പറയണമല്ലോ. കാരണം ഇത്രയും നിലവാരമില്ലാത്ത കാര്യത്തെപ്പറ്റി ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സംസാരിക്കണമല്ലോ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എടുത്തിട്ട് വീഡിയോ ചെയ്തത്. ഇതിൽ താഴെ കൊടുത്ത കമൻസ് വായിക്കട്ടോ. സൺഡേ ഈവനിങ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ താഴെയുള്ള കുറേ കമൻസ് ഉണ്ട്. എന്താ പറയുക, കമൻസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് അതല്ല, വേറൊരു കാര്യമുണ്ട് ഇതിൽ. ഇവള് തന്നെ ഈ പറഞ്ഞ ഊസി ടോക്സിലുള്ള ദിയാകൃഷ്ണനെ പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. സച്ച് ഡിസ്കസ്റ്റിംഗ് കമൻസ്, മൈ മദർ ട്രീറ്റ്സ് ഹിം ലൈക്ക് ഹർ ഓൺ. ആക്ച്വലി ഇത്രയും ബാഡ് കമൻസ് വന്നതുകൊണ്ട്, ബാഡ് എന്ന് പറയുമ്പോൾ വളരെയധികം അവരെ വേദനിപ്പിക്കുന്ന ഇതിൽ കമൻസ് വന്നതുകൊണ്ട് ദിയാകൃഷ്ണ പിൻ ചെയ്ത് വെച്ച ഒരു കമൻ്റ് ഉണ്ട്, ഞാനത് വായിക്കാം. Such disgusting comments. My mother treats him like her own son and hence takes the freedom to talk to him like she talks to us. My sister Ahana is 2 years older to him. So just because he is my husband, it doesn't mean each time my mother sees him, she should get up and bow down to him and touch his feet for blessing as his mother. Doesn't do that. Seeing me either think before making such a cheap statements. Understand most of all worry for anyone who isn't from my family, but that's just another mode of sadistic behavior. And to all the others who always stay positive with the comments, I look forward to you all in my next vlog. Forever grateful എന്ന് പറഞ്ഞിട്ടാണ് ഇത് പിൻ ചെയ്തേക്കുന്നത്. പിന്നെ താഴെയുള്ള ഒരുപാട് കമൻസുകൾ, ബാഡ് കമൻസ്, മോശമായിട്ടുള്ള കമൻസുകളാണ് ഒരുപാടുണ്ട്. എന്താ പറയുക, കുറേ കമൻസ് കിട്ടോ. അയ്യോ പാവം അശ്വിൻ, സിന്ധു അമ്മച്ചി ഇനി അയാളുടെ ചാനൽ അശ്വിനി വലിയ സ്പേസ് കൊടുത്ത് സംസാരിക്കും. എല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്താ പറയുക, കുറേ ഉണ്ട് കമൻസ് കിട്ടോ. സാധാരണ ഒരു കുടുംബത്തിൽ ഒരു മരുമകൻ ഉണ്ടായാൽ അമ്മ ആദ്യം മക്കളെക്കാട്ടിലും മുന്നേ മോനെ വിളമ്പിക്കൊടുക്കും. ഇത് എന്തോന്ന് അമ്മായിയമ്മ എന്ന് പറയാൻ തന്നെ പറ്റില്ല. ഈ വീഡിയോ കണ്ടാൽ അശ്വിൻ അവിടെ ഒരു പുറമ്പോക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അശ്വിൻ തനിക്ക് തൻ്റെ വീട്ടിൽ പോയി നിന്നൂടെ, തൻ്റെ അമ്മ തരുന്ന സ്നേഹത്തോട് ഉള്ള ആഹാരം കഴിച്ച് സന്തോഷമായി നിൽക്കുക. ഹസ്ബൻഡിന് വില കൊടുക്കാത്ത ഒരു സ്ഥലത്ത് അവരെ കൊണ്ടുപോകുകയോ അവരുമായി ഒരു പരിധി വിട്ട് സംസാരിക്കുകയോ ചെയ്യരുത്. അത് സ്വന്തം വീടായാലും പണം, സൗന്ദര്യം, ഫെയിം എന്തിൻ്റെ പേരിലായാലും അവർ നമ്മളെക്കാൾ സുപ്പീരിയർ ആണെന്ന രീതിയിൽ ആരെയും കാണരുത്. ചെറുതായാലും അവനവൻ്റെ വീട്ടിൽ താമസിക്കുക, അത് ഏത് ഫാമിലി ആയിരിക്കും. ബ്രോ, തനിക്കും ഫാദർ മദർ ഇല്ലേ, അവരുടെ അടുത്ത് നിന്നാ പോരെ. കുറേ കമൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ആൾക്കാർ ഇതെന്തോ ഒരു സംഭവമാക്കി ഏറ്റെടുത്തേക്കുക. എന്തിനെത്ര മോശമായ കമൻസ് കണ്ടു. പക്ഷേ അവിടെ ഒന്നും നെഗറ്റീവേ കണ്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സംഭവം ഇപ്പോൾ ഇല്ല. അതായത് ഈ എന്താ പറയുക, അതൊക്കെ ഒരു ഫോർമാലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. നമ്മൾ ഈ പണ്ടൊക്കെ നമ്മളെ വീട്ടിലായാലും കല്യാണം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മരുമക്കളോ അല്ലെങ്കിൽ മരുമോനൊക്കെ വരുമ്പോൾ അമ്മായിമ്മ ഉമ്മറത്തേക്ക് വരത്തില്ല, അവരെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, അവർക്ക് ഫുഡ് അങ്ങനെ കൊടുക്കുന്നു, വാരി കൊടുക്കുന്നു, അങ്ങനെ ഊട്ടിക്കൊടുക്കുന്നു. അതൊക്കെ പഴയ സിസ്റ്റമാണ്, കാലം മാറി.
അപ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കരുത്. ഇതൊന്നും ഇപ്പം നടക്കൂല ഈ പരിപാടിയൊന്നും. ഇത് ഏതാ കാലം ഞാൻ പറയണത്. ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ഇടേണ്ട വല്ല ആവശ്യമുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ ഇതൊക്കെ വലിയ വിഷയമാക്കി എടുക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് എനിക്കതിൽ ഒന്നും തോന്നിയില്ല. അവിടെ എന്ത് മിസ്റ്റേക്കാണ് ഉള്ളത്? അവിടെ ദിയാകൃഷ്ണൻ്റെ അമ്മ ഒരു റോങ് ആയിട്ട് ഒന്നും അവിടെ ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. ഈ പറഞ്ഞ അശ്വിനും ഇല്ല അവിടെ പ്രശ്നം. അശ്വിൻ ഒരു പാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവൻ്റെ ക്യാരക്ടർ അത് പാവം എന്നല്ല, അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, ഒരു ഇന്നസെൻറ്റ് ഗൈ ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഒരു ക്യാരക്ടർ വൈസ് അങ്ങനെയാണ്. പിന്നെ ഈ ദിയാകൃഷ്ണ അവൾക്കും ഇല്ല, അവളും ഒന്നും റോങ് ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഇവിടെ എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു, ഇതാണോ പ്രശ്നം? എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ അതും കൂടി ഇല്ലാത്ത കാലമാണ്. ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാത്ത കാലഘട്ടത്താണ് നിങ്ങൾ ഈ കമൻ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ റൂമിൽ പോയിരുന്ന് ഫുഡ് കഴിക്കും, അത് മൊബൈൽ നോക്കിയിട്ട്. ആ കാലഘട്ടത്തിൽ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിന് പോലും ഇത്രയും കമൻറ്റ്, എനിക്കത് ചിരി വരുന്നത്. പൊന്നു ഗൈസ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കണ്ടൻറ് ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടൻറ് എടുത്തിടുക. അല്ലാതെ സത്യമായിട്ടും ഇതുപോലത്തെ ഇതൊക്കെ എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞു തരും, ഇതൊക്കെ എന്താണ്? ഇനി കൂടുതലൊന്നും സംസാരിക്കല്ലേ ഈ വിഷയത്തെക്കുറിച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛം തോന്നുകയാണ് ആൾക്കാരെടുത്ത്. ഒരുമാതിരി ആൾക്കാർ തന്നെ കേട്ടോ. നിങ്ങൾ വേറെ വല്ല സംഭവങ്ങളൊക്കെ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് അതിലൊക്കെ പോയിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇതൊക്കെ എന്തെങ്കിലും പറയാനുള്ള സംഭവമാണ് ഇതൊക്കെ. ഇത് വ്ളോഗേഴ്സിനോട് മാത്രമല്ല, യൂട്യൂബ് വ്ളോഗ് സാധാരണ ആൾക്കാരോട് പറയാം. ഇതിൻ്റെ താഴെ കമൻറ്റിൻ്റെ ഇടയിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പോയി കാര്യങ്ങൾ നോക്കി. ഇത്രേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ.